Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Afternoon. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് അധികം പേരെ കാണാനില്ല, പക്ഷെ എല്ലാവരും വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള ഓരോരോ മിനിറ്റും വിലപ്പെട്ടതാണ്, അല്ലേ? അപ്പൊ നമ്മുടെ സമയം വിലപ്പെട്ടതല്ലേ? ഓരോ മിനിറ്റ് വൈകുമ്പോ അതനുസരിച്ച് നമ്മുടെ ഇരിക്കുന്നവരുടെ തന്നെയും ഓരോ മിനിറ്റുകളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയിരുന്നു, അല്ലെ? മെഡിക്കൽ ടെർമിനോളജി, മെഡിക്കൽ ടേംസ്, which is the language of healthcare organizations. അതായത് നമ്മുടെ ആരോഗ്യ സംരക്ഷണ മേഖലയില് ഹോസ്പിറ്റൽസും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഫോളോ ചെയ്യേണ്ട ചില എന്താ പറയാ മെഡിക്കൽ ടേംസ് അല്ലെങ്കിൽ മെഡിക്കൽ ലാംഗ്വേജ്, ഇന്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മെഡിക്കൽ ലാംഗ്വേജ് ഉണ്ട്. അതിനാണ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയാ. ഹ്യൂമൻ ബോഡി, എലമെന്റ്സ്, സർജറീസ്, പ്രൊസീജിയേഴ്സ്, സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ ഡിസീസസ്, ഇതെല്ലാം തന്നെ
മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ ടേംസ് അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനോളജി ഉപയോഗിക്കുന്നത്. ഫോർ ഈസി കൺവീനിയൻസ്, അതായത് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇത്തരം മെഡിക്കൽ ടേംസിൽ പലതരത്തിലുള്ള പ്രിഫിക്സ്, സഫിക്സ്, റൂട്ട് വേർഡ്സ്, അബ്രീവിയേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത്തരം മെഡിക്കൽ ടെർമിനോളജി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ മെഡിക്കൽ ടേംസ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്. കാരണം ആ ലാംഗ്വേജ് ഈസിലി അവിടെയുള്ള ഹോസ്പിറ്റൽസില് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസിലൊക്കെ അവർക്ക് എന്താ പറയാ മനസ്സിലാക്കുന്നതിന് വേണ്ടി പരസ്പരം അവിടെയുള്ള സ്റ്റാഫിന്, വർക്കേഴ്സിന് പല കാര്യങ്ങളും മനസ്സിലാക്കാനും, അത് മനസ്സിലാക്കണമെങ്കിലും കൂടെ വലിയ നീണ്ട വാക്കുകളായിട്ടോ അല്ലെങ്കിൽ സെന്റൻസുകളായിട്ടോ ഒക്കെ ചിലപ്പോ എഴുതേണ്ട സാഹചര്യങ്ങൾ വരും, സിറ്റുവേഷൻസ് വരും. സോ അതിന്റെ നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള സ്ഥാപനങ്ങളിൽ ടൈമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ്. കാരണം എന്താ പറയാ ചിലപ്പോ അത്ര അർജന്റ് അതായത് ഇമ്മീഡിയറ്റ് എന്താ പറയാ കെയർ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള പേഷ്യൻസ് ചിലപ്പോ അതായത് അവിടെ പ്രസന്റ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ഇതൊക്കെ വലിച്ചു നീട്ടൊക്കെ എഴുതി അതിനൊക്കെ എന്താ പറയാ പ്രിസ്ക്രിപ്ഷൻസ് ആയിക്കോട്ടെ, ചാർട്ടുകളായിക്കോട്ടെ ഒക്കെ തയ്യാറാക്കാനായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലെങ്കിൽ അത് ഒത്തിരി ടൈം കൺസ്യൂം ആയിട്ടില്ല. അപ്പൊ ആ ടൈം കൺസ്യൂമിങ്ങിലേക്ക് കുറെ റിഡ്യൂസ് ചെയ്യുന്നതിനും ഒത്തിരി പല പല കാര്യങ്ങൾക്ക് എന്താ പറയാ അഡ്വാൻറ്റേജബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ഒരു കാര്യം ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ലാംഗ്വേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് പ്രിഫിക്സുകൾ ആഡ് ചെയ്തിട്ടുള്ള വേർഡുകളുണ്ട്, സഫിക്സുകൾ ആഡ് ചെയ്തിട്ടുള്ള വേർഡുകളുണ്ട്, റൂട്ട് വേർഡ്സ് ഉണ്ട് ആൻഡ് അബ്രീവിയേഷൻസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. വാട്ട് ഈസ് പ്രിഫിക്സ്? പ്രിഫിക്സ് എന്താണെന്ന് പറഞ്ഞത് പറയാമോ? എന്താണ് പ്രിഫിക്സ് എന്ന് പറയാമോ ആർക്കെങ്കിലും? എനിബഡി? സൗണ്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാ. ഞാൻ മ്യൂട്ട് കൊടുത്തിട്ടില്ല. അവൾ മ്യൂട്ട് കൊടുക്കുമ്പോ വേർഡിന്റെ ബിഗിനിങ്ങിൽ കൊടുക്കുന്നത്, വേർഡിന്റെ ബിഗിനിങ്ങിൽ കൊടുക്കുന്നത് അവര് ഒരു ലെറ്റർ ഓർ ലെറ്റേഴ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലെറ്റർ ആയിരിക്കാം. അങ്ങനെ ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സോ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വേർഡിന്റെ ബിഗിനിങ്ങിൽ ആഡ് ചെയ്യുമ്പോൾ അതിനെയാണ് പ്രിഫിക്സ് എന്ന് വിളിക്കുക. സഫിക്സ് എന്താണ് ഇപ്പൊ? സഫിക്സ് എൻഡ് ഓഫ് ദ വേർഡ് നമ്മൾ ചേർക്കുന്ന ലെറ്റേഴ്സ് ആണ് അല്ലെ. എൻഡ് ഓഫ് ദ വേർഡ്, വേർഡിന്റെ എൻഡിൽ നമ്മൾ ചേർക്കുന്ന ലെറ്റർ ഓർ ലെറ്റേഴ്സ്, അതിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് വിളിക്കുന്നത്. ഞങ്ങൾക്ക് അറിയാലോ, പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കണേന്നായിരിക്കും ചിലര്. അതല്ല, നിങ്ങൾ ഈ 1:30 മണി സമയമാണ്, കുറച്ച് എന്താ പറയാ ഭക്ഷണം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഒരു മടിയും എന്താ പറയാ ഒരു മോർണിംഗിൽ ആ ഒരു എനർജിയും ആ ഒരു ഇതൊന്നും നമുക്ക് ഉണ്ടാവില്ല അല്ലെ. പക്ഷെ ഏത് നേരവും നമ്മൾ എനർജറ്റിക് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൂടി ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചത്. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ക്ലാസ്സിൽ. അതിനെ കുറച്ച് എക്സാമ്പിൾസ്, കോമൺലി യൂസ് ചെയ്യുന്ന ചില പ്രിഫിക്സുകൾ അതുപോലെ തന്നെ സഫിക്സുകൾ നമ്മൾ കണ്ടു. പിന്നെ എസെൻഷ്യൽ പാർട്ട് മീൻസ് ദ ചീഫ് പാർട്ട് ഓഫ് എ വേർഡ്, ഒരു വേർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം റൂട്ട് വേർഡ് ആണ് അല്ലെ. അതുപോലെയുള്ള റൂട്ട് വേർഡുകൾ ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കൽ ടേംസും നമ്മുടെ ഹോസ്പിറ്റൽസിൽ കമ്മ്യൂണിക്കേഷനിലും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഉപയോഗിക്കുന്നത്? ഷോർട്ട് ആൻഡ് നോട്ട്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻസ്, അതായത് നമ്മുടെ പല നോട്ടുകൾ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻസ് ഒക്കെ ഷോർട്ടൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ചെറുതാക്കാൻ വേണ്ടിയിട്ട്, ലഘുരൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില ടേംസ് ആണ് അബ്രീവിയേഷൻസ് എന്ന് വിളിക്കുന്നത് അല്ലെ. പക്ഷെ എങ്ങനെയൊക്കെ ആയിരുന്നാലും however we are using these prefixes, suffix and also abbreviations, whenever we use it we should be very careful. That means ഈ പറയുന്ന abbreviations നമുക്ക് എന്താ പറയാ ഈ പ്രിഫിക്സും സഫിക്സും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഒരു ടേമിനെ എന്താ പറയാ മെഡിക്കൽ ടേംസിൽ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആകുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വളരെ സ്പെഷ്യൽ കെയർഫുൾ അല്ലെങ്കിൽ കെയർ ചെയ്യേണ്ട കാര്യമാണ്. അതായത് നമുക്ക് മറ്റുള്ളവർക്ക് അത് വായിക്കുന്നവർക്ക് റെസിപ്പിയന്റിനും ആർക്കാണോ ആ ഒരു കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഷോർട്ട് ആൻഡ് വേർഡ്സിലൂടെ അല്ലെങ്കിൽ അബ്രീവിയേഷൻസിലൂടെ ഒക്കെ നമ്മൾ ആർക്കാണോ ആ ഒരു കാര്യങ്ങൾ കൈമാറുന്നത് അവർക്ക് അത് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യം തന്നെ അവരും അത് എടുക്കാനായിട്ട് പറ്റണം. ആ രീതിയിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ടേംസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. നോ കൺഫ്യൂഷൻസ് ആൻഡ് എറേഴ്സ് ഷുഡ് ബി മെയ്ഡ് വൈൽ അബ്രീവിയേറ്റിംഗ് എനി വേർഡ്സ്. എന്തെങ്കിലും വേർഡ്സുകളെ നമ്മൾ അബ്രീവിയേറ്റ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള കൺഫ്യൂഷൻസ്, എറേഴ്സ് ഒക്കെ ഒഴിവാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പറ്റാത്ത രീതിയിലായിരിക്കണം അബ്രീവിയേഷൻസ് ഉപയോഗിക്കുക അല്ലെ. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സിൽ നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ചിലപ്പോഴൊക്കെ നമ്മളുടെ ടെക്സ്റ്റ് മെസ്സേജസിലൊക്കെ അല്ലെ വാട്സ്ആപ്പ് മെസ്സേജുകൾ അയക്കുന്നവരാണ്, നമ്മൾ ഇൻസ്റ്റാഗ്രാം മെസ്സേജസ് നമ്മൾ അയക്കുന്നവരാണ്, വോയിസ് ആണെങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും ചെറിയ രൂപത്തിൽ
അത് ആളുകളിലേക്ക് എത്തിക്കാൻ നോക്കും അല്ലെ. നിങ്ങൾ വലിച്ചു നീട്ടി എഴുതാൻ പറ്റാണ്ട് നമ്മൾ ചെറിയ ചുരുക്ക രൂപത്തിൽ അത് എഴുതും. അപ്പൊ ചില വേർഡുകളൊക്കെ നമ്മൾ ചുരുക്കി കുഞ്ഞിതാക്കി ഉപയോഗിക്കാറുണ്ട്. അത് ആ റെസിപ്പിയന്റിന് അത് എന്താണെന്ന് മനസ്സിലാകണം. അത് മനസ്സിലാക്കുന്ന ആൾക്ക് അങ്ങനെയുള്ള ചുരുക്ക രൂപങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെയാണെങ്കിലോ എന്താണോ ചോദിച്ചത് ഈ എന്താണ് അത് മനസ്സിലാകാത്ത ഒരു രീതി ആസ് സൂൺ ആസ് പോസിബിൾ എന്നൊക്കെ നമ്മൾ എഴുതാറുണ്ട് അല്ലെ. അതൊക്കെ ചെറുതാക്കി എഴുതാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുള്ള ആൾ കൂടിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങൾ സെൻഡ് ചെയ്യണം. അതുപോലെ തന്നെയാണ് മെഡിക്കൽ ടേംസിലും അത്തരം അബ്രീവിയേഷൻസ് ഉപയോഗിക്കുമ്പോൾ അത് റെസിപ്പിയന്റിന് കൺഫ്യൂഷൻസ് എറേഴ്സ് ഉണ്ടാക്കാത്ത രീതിയിലുള്ള ആക്സെപ്റ്റ് ഇന്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്ത മെഡിക്കൽ ടേംസിന്റെ അബ്രീവിയേറ്റഡ് ഫോംസ് തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അബ്രീവിയേഷൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആ സർവീസസ് ഏരിയയിൽ ആ ജൂറിസ്ഡിക്ഷൻ ആ ഒരു പരിധിയിൽപ്പെട്ട ആളുകൾക്കെങ്കിലും അത് ആക്സെപ്റ്റബിൾ ആകുന്ന രീതിയിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആയതുകൊണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലെ വർക്കേഴ്സ് ആയതുകൊണ്ട് ആര് എഴുതുന്നതായാലും അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എല്ലാവർക്കും ലോക്കൽ ഏരിയയിൽ പോലും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം അത് അബ്രീവിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഇന്റർനാഷണൽ ലാംഗ്വേജിൽ പെടുന്ന മെഡിക്കൽ ടെർമിനോളജീസ് ആണ്. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള മെഡിക്കൽ ടേംസിന്റെ ഒക്കെ കുറെ എക്സാമ്പിൾസ് ആണ്. എന്ന് വെച്ചാൽ ഓരോ മെഡിക്കൽ ഹോസ്പിറ്റൽസ് പോലെയുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് വേൾഡ് വൈഡ് ആയിട്ട് ഇന്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കുറെ മെഡിക്കൽ ടേംസുകളൊക്കെ പ്രിഫിക്സും സഫിക്സും അതിന്റെ മീനിങ്സും ഒക്കെ ഉപയോഗിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ റൂട്ട് വേർഡ്സിന് എക്സാമ്പിൾസ് ഉണ്ട്, അതുപോലെ തന്നെ അബ്രീവിയേഷൻസിനും എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ ഉപയോഗിക്കുന്ന ഒരുവിധം ടേമുകൾ നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട് തന്നിട്ടുണ്ട്. അത് പ്രിഫിക്സുകൾ ഉണ്ട്. ഒരു ആവശ്യത്തിന് നിങ്ങൾക്ക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത്രയും പ്രിഫിക്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എത്ര കൊണ്ട് നോക്കിയ പ്രിഫിക്സുകളുടെ എണ്ണം 127 പ്രിഫിക്സുകളുണ്ട്. കോമൺ ആയിട്ടുള്ള സഫിക്സ് യൂസ് ചെയ്യുന്ന സഫിക്സുകൾ പ്രധാനമായിട്ടും 37 തന്നിട്ടുള്ളൂ. അത് 37 ഉള്ളൂ. അതായത് അതുപോലെ തന്നെ കോമൺ റൂട്ട് വേർഡ്സ് എന്ന് പറയുന്നതും കുറച്ചുണ്ട്. ഈ 79 റൂട്ട് വേർഡ്സ് ഉണ്ട് ആൻഡ് 327 അപ്ലിക്കേഷൻസും ഉണ്ട്. എന്റെ ദൈവമേ, ഞങ്ങളെ എങ്ങനെ പഠിക്കും എന്ന് വിചാരിച്ച് ഇപ്പൊ തന്നെ നിങ്ങളുടെ വിചാരിച്ചിട്ടുണ്ടാവും ഇതൊക്കെ എങ്ങനെ പഠിക്കാറുണ്ട്. ഫുള്ളൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. എക്സാംസിന് ഏകദേശം ഏതൊക്കെയാണ് ചോദിക്കുക നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്തപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അടയാളപ്പെടുത്തി ഓരോ പേജ് കഴിയുമ്പോഴും ഞാൻ അടയാളപ്പെടുത്താൻ പറയും. അന്നേരം നമ്മൾ അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഒരു പേജിൽ ഒരു 10-15 ഒക്കെ ഉണ്ടെങ്കിലേ 18 എണ്ണം ഉണ്ട്. ആവറേജ് 18 എണ്ണം വെച്ച് ഒരു പേജിലുണ്ട്. ആ 18 എണ്ണത്തിൽ ഒരു 5-8 എണ്ണം അല്ലെങ്കിൽ 10 എണ്ണം അതിൽ കൂടുതലൊന്നും അധികം ഉണ്ടാവില്ല. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ കോമൺലി പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുള്ളത് ഒക്കെയാണ് നമുക്ക് അടയാളപ്പെടുത്തി തന്നിട്ടുള്ളൂ പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്കും അങ്ങനെ അടയാളപ്പെടുത്തി തരുന്നതായിരിക്കും. അത് എങ്കിലും ആ പേജിൽ അടുത്ത ഭാഗത്തെങ്കിലും 2-3-4 പേജൊക്കെ നമ്മൾ ഒരു ദിവസം എടുക്കുള്ളൂ. ആ 4 പേജസിൽ അടയാളപ്പെടുത്തിയിട്ടെങ്കിൽ ആ ഒരു ദിവസം കൊണ്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. മനസ്സിലായോ? പറഞ്ഞ് ജമീൻ ഞാൻ എടുക്കുന്നതാണ് അടയാളപ്പെടുത്തി തരുന്നത്. അപ്പൊ പിന്നെ അത് മാത്രം മനസ്സിലാക്കാൻ പറയുന്നത് മുഴുവൻ ഇവിടെ ഇത് വെച്ചേക്കണമെന്നായിരിക്കും നിങ്ങൾ ചോദ്യം. തീർച്ചയായിട്ടും അത് വേണം. കാരണം നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിച്ചിട്ട് വീട്ടിൽ കുത്തിരിക്കാനാണോ ഈ പാടയിൽപ്പെടുന്നത് എന്ന് പറഞ്ഞേ ജസ്വലരായ നിങ്ങള് മുഖമൊന്നും കാണലെങ്കിലും എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് അവിടെ അവർക്ക് മുഴുവൻ ഇരിക്കുകയാണോ എന്നൊക്കെ. അപ്പൊ നമ്മൾ വീട്ടിലിരിക്കാനല്ല അല്ലെ നമ്മൾ ഇത് പഠിക്കുന്നത്. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാനായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇതൊക്കെ എടുത്തതും തീരുമാനം എടുത്തതും അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുപോയി നമ്മളുടെ ഫയൽസിന്റെ കൂട്ടത്തില് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഫയൽസിന്റെ കൂട്ടത്തില് കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചിട്ടല്ല അല്ലെ. തീർച്ചയായിട്ടും ഹോസ്പിറ്റൽ പോലെയുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗമാവുക അല്ലെ, ടു ബി എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽസ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ശ്രമം. കാരണം ആരോഗ്യ മേഖലയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വികസനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് നമ്മളുടെ ലൈഫ് സ്റ്റൈലും നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സും ഒക്കെ നമുക്ക് ഒരുപാട് അൺഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കിയിരിക്കുക. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ പെരുകുമ്പോഴും തീർച്ചയായിട്ടും എന്തായാലും അതിന്റെ രോഗങ്ങളെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലുകളുടെയും ആരോഗ്യ സംരക്ഷണ മേഖലകളുടെയും പ്രാധാന്യം ഇമ്പോർട്ടൻസ് ഒരിക്കലും ഇനി കുറയാനൊന്നും പോകുന്നില്ല. ഡേ ബൈ ഡേ അത് കൂടെ ഉൾക്കൊള്ളും എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് അല്ലെ. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മൾ ഈ ഒരു കാര്യത്തിന് ഒതുങ്ങി പുറപ്പെട്ടേക്കണേ. തീർച്ചയായിട്ടും ഇച്ചിരി കഷ്ടപ്പെടണം. അപ്പൊ അതുകൊണ്ട്
അതുകൊണ്ട് ബാക്കിയുള്ളത് അടയാളപ്പെടുത്തി തരുന്നത് എക്സാമിന് വേണ്ടി പഠിക്കണം. ബാക്കിയുള്ളത് നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്തുകൊണ്ടിരിക്കുക. ഹോസ്പിറ്റൽസിൽ ജോലി കിട്ടിക്കഴിയുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ അവരിങ്ങനെ അവിടെ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെതാണ് എന്ന് നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകും. ഓക്കെ, അപ്പൊ അതിനോട് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളത് നിങ്ങൾ റെഫർ ചെയ്തുകൊണ്ട് ഇരിക്കണം എന്നാണ് പറയുന്നത്. പഠിക്കാൻ പറയുന്നത് പഠിക്കുക, ബാക്കിയുള്ളത് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓരോ ഇനി മറ്റൊരു കാര്യത്തിൽ പറഞ്ഞപ്പോട്ടെ, എന്താണ് ഏത് പ്രിഫിക്സ് ആണ് അതിന്റെ ഇവിടെ തന്നിരിക്കുന്ന മീനിങ് എന്താണ്, അത്രയും മാത്രമേ നമുക്ക് പഠിക്കാനുണ്ടാവും. അവിടെ തന്നിരിക്കുന്ന പ്രിഫിക്സുകളും അതിന്റെ മീനിങ്ങുകളും ആണ് നമുക്ക് റെഫർ ചെയ്യേണ്ടത് പഠിക്കേണ്ടത്. ഇനി അത് എന്തിനു സൂചിപ്പിക്കുന്നതാണ്, എന്താണ് അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് യൂട്യൂബ് എന്താ പറയാ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ പ്രിഫിക്സുകളൊക്കെ ഇതൊക്കെ ഇങ്ങനെ കാണും, അതിന്റെ മീനിങ്ങും കൂടാതെ അതിനൊക്കെ ഓരോ എക്സാമ്പിൾസും ആ പ്രിഫിക്സ് ഉപയോഗിച്ചുണ്ടാകാൻ പറ്റുന്ന ഒരു എന്തെങ്കിലും ഒരു ഹ്യൂമൻ ബോഡിയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു രോഗത്തിന്റെ കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റോ അങ്ങനെ എന്തെങ്കിലും എക്സാമ്പിൾ ആയിട്ട് അവിടെ കാണിക്കും. ഒരെണ്ണത്തിന് തന്നെ പല കാര്യങ്ങളും പല ഉത്തരങ്ങൾ കിട്ടുന്ന രീതിയിൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇഫ് യു ഹാവ് ടു നോ എന്താണ് നിങ്ങൾക്ക് അറിയാമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ സെർച്ച് ചെയ്ത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെ പ്രിഫിക്സുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ആ ഒരു പ്രിഫിക്സ് സൂചിപ്പിക്കുന്നത് എന്ന് അതിന്റെ മീനിങ് അവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. പിന്നെ മോറോവർ ഇതിന്റെ എക്സാംസ് ഒക്കെ ഇംഗ്ലീഷിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ പ്രിഫിക്സും അതിന്റെ മീനിങ്ങും നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ നടത്തിയിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒന്നും അറിയാനില്ല എന്നാണ് ഞാൻ ചുരുക്കി പറയുന്നത്. ക്ലിയർ ആയല്ലോ? പറയാൻ പോലെ എ എന്ന് പറയുന്ന ഒരു അക്ഷരം അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു സ്ലാഷ് കിട്ടുന്നത്. എന്താ സോറി സ്ലാഷ് അല്ല, ഒരു ഹൈഫൺ. എന്താണ് അവിടെ സൂചിപ്പിക്കുക? പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞേ? ലെറ്റർ ഓർ ലെറ്റേഴ്സ് വിച്ച് ഈസ് ആഡഡ് ടു ദ ബിഗിനിങ് ഓഫ് എ വേർഡ്. അല്ലെ, ഒരു വേർഡിന്റെ മുമ്പിൽ ചേർക്കുന്ന അക്ഷരം അല്ലെങ്കിൽ അക്ഷരങ്ങൾ, അതിനാണ് പ്രിഫിക്സ് എന്ന് വിളിക്കുക. അതുകൊണ്ടാണ് ആ എ ഇട്ടിട്ട് ഒരു ഹൈഫൺ. ദാറ്റ് മീൻസ് അതിന്റെ ബാക്കി ഭാഗത്ത് അവിടെ വരുന്നുണ്ട്. ആ മുമ്പിൽ ചേർക്കുന്നതാണ് എ. ഏതെങ്കിലും ഒരു വേർഡിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു എ എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർക്കുമ്പോൾ അതിന്റെ അർത്ഥം വരുന്നത് വിത്തൗട്ട് ഓർ ഫോർ വാണ്ട് ഓഫ് എന്നുള്ള മീനിങ് ആണ്. വിത്തൗട്ട് അല്ലെങ്കിൽ ഫോർ വാണ്ട് ഓഫ് എന്നൊക്കെ അർത്ഥം വരുന്ന രീതിയിലാണ് എ ഇട്ട ഒരു ഹൈഫൺ ഇടാണ്. നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. വേറെ കൂടുതൽ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല കേട്ടോ. അത് തന്നെ പഠിക്കാൻ സമയം. ഇനി അതിന്റെ എക്സാമ്പിൾസോ അതിന്റെ അത് എന്തിനാണ്, അത് എപ്പോഴാണ്, അത് ഏത് രീതിയിൽ എഴുതുന്നതാണെന്നൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്തത് എ ഡി എന്ന് എഴുതിയിട്ട്, അതായത് ഒരു ലെറ്റർ ആകാം, ഒന്നിലധികം ലെറ്റേഴ്സ് ആകാം, ചിലപ്പോൾ പ്രിഫിക്സ് ആയിട്ട് എഴുതാം. ഇവിടെ രണ്ട് അക്ഷരങ്ങൾ വരുന്നതാണ് എ ബി. അതിന്റെ ബാക്കി ഭാഗത്ത് ആ വേർഡ് ഉണ്ടായിരിക്കും ബിയോണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അനി എല്ലാത്തിനും എക്സാമ്പിൾ പറയാന്നുള്ളത് എന്താ പറയാ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പോസിബിൾ അല്ലാന്നല്ല, ഇത് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മീനിങ് 10-5 ചില വേർഡുകൾ കൂടി ഉണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെ മീനിങ് ഓരോന്ന് പറക്കി ഞാൻ പറഞ്ഞു. നിങ്ങൾ അത് നോട്ട് ഡൗൺ ചെയ്ത് എടുക്കുമ്പോൾ ഈ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുക്കാൻ വേണ്ടി മാത്രം 10 ദിവസം വേണ്ടി വരും. പക്ഷെ അതിനുള്ള സമയം നമുക്ക് തന്നിരിക്കുന്ന അവേഴ്സിലില്ല. നമ്മളിങ്ങനെ ഒരു 6 months കോഴ്സ് ആണ്. ഓരോ ചാപ്റ്ററിന് ഇത്ര അവേഴ്സ് വെച്ച് അലോട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകളും കണ്ടക്ട് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇതുവരെ അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അനീമിയ എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഈ ആദ്യത്തെ ഒരെണ്ണത്തിൽ വേണമെങ്കിൽ പറയാം. ഓക്കെ, അനീമിയ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാ അനീമിയ? അത് കേട്ടിട്ടില്ല. ഞാൻ അതെന്താന്ന് ചോദിക്കുന്നതിനോട് മിക്കപ്പോഴും എല്ലാവരും കേട്ടിട്ടുള്ള അതന്നെ വിളർച്ച രോഗം. ഈ ബ്ലഡ് ഇല്ലാതെ അനീമിക് എന്ന് പറയും അല്ലെ, ആ വിളർച്ച രോഗമൊക്കെ തന്നെ. അപ്പൊ എ എന്ന് പറയുന്നത് അത് എന്താ പറയാ ഒരു അക്ഷരം അതിന്റെ മുമ്പിൽ ചേർത്തതുകൊണ്ട് അനീമിയ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ്. നമുക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എക്സാമ്പിൾസ് ചോദിക്കാറില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. സോ എന്താണ് ഇവിടെ തന്നിരിക്കുന്ന ഓരോ പ്രിഫിക്സ് അതിന്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള മീനിങ് എന്താണോ അങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദർ ഇസ് നോ എക്സാമ്പിൾസ് എക്സാംസ്. നിങ്ങൾക്ക് പരീക്ഷകൾക്ക് ഇങ്ങനത്തെ എക്സാമ്പിൾസ് ചോദിച്ചിട്ടില്ല എന്നാണ് പറയുക. അപ്പൊ എ മനസ്സിലായിട്ട് എ ബി എന്ന് പറയുന്നത് ബിയോണ്ട്. അടുത്തത് അബ്ഡോമൻ. അത് കഴിഞ്ഞിട്ടൊരു എൻ എന്നുള്ളത് ബ്രാക്കറ്റിൽ ഇട്ടുണ്ട്. ഈ ബ്രാക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വായിക്കണേ നിങ്ങൾ. ബ്രാക്കറ്റ് അല്ല, അതൊരു സ്ലാഷ് ആണ് കേട്ടോ. ബ്രാക്കറ്റ് അത് മിസ്റ്റേക്ക് വന്നതായിരിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നതിനകത്താണ് ഞാൻ പറഞ്ഞത്. ഇഫ് അതിനകത്തും അങ്ങനെയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് അവിടെ ഒരു സ്ലാഷ് ഇട്ടിട്ട് എന്നത് എഴുതാം. അബ്ഡോമൻ. സ്റ്റൊമക് ആണെന്ന് അറിയാം അല്ലെ, അബ്ഡോമൻ.
അപ്പൊ സ്റ്റൊമക്, അബ്ഡോമന്റെ കൂടെ വേറെ ഏതെങ്കിലും അത് ചേർത്ത് വരും. അപ്പൊ സ്റ്റൊമക് എന്നാണ് അതിന്റെ മീനിങ് വരിക. ACR/O സ്ലാഷ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ബ്രാക്കറ്റ് വന്നതൊക്കെ സ്ലാഷ് ആയിട്ടാണ്. പെർട്ടൈനിങ് ടു ആൻഡ് സിവിയറിറ്റി, സിവിയറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത്. പെർട്ടൈനിങ് ടു ആൻഡ് സിവിയറിറ്റി, ഇതിന് സിവിയർ ആയിട്ടുള്ള, സീരിയസ് ആയിട്ടുള്ള എന്നുള്ളത് ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിഫിക്സ് ആണ് ACR എന്ന് മുൻപിൽ ചേർത്താൽ അതിന്റെ അർത്ഥം ACR/O. അടുത്ത AD ഇട്ടിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ മീനിങ് ഇൻ ദ ഡിറക്ഷൻ ഓഫ്, ടു എന്നൊക്കെയാണ് അർത്ഥം. ടു ഓർ ഇൻ ദ ഡിറക്ഷൻ ഓഫ്, അത് ആ ഒരു എന്താ പറയാ ഡിറക്ഷനില് അല്ലെങ്കിൽ ആ ഒരു ഇതില് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ സൂചിപ്പിക്കാനാണ് AD ഇട്ടിട്ട് ഒരു ഹൈഫൺ ഇട്ടിരിക്കുന്നത്. ആ ഹൈഫൺ സൂചിപ്പിക്കുന്നത് അതൊരു വേർഡ് ഉണ്ട് കേട്ടോ, പ്രിഫിക്സ് ആണ്. അടുത്തത് ADEN/O റെഫറിങ് ടു എ ഗ്ലാൻഡ്, ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ഗ്ലാൻഡിനെ റെഫർ ചെയ്യാണ് ADEN/O എന്ന് ഇട്ടിരിക്കുന്നത്. ADEN/O റിലേറ്റിംഗ് ഓർ റെഫറിങ് ടു എ ഗ്ലാൻഡ്. അടുത്തത് AN വിത്തൗട്ട് ഫോർ വാണ്ട് ഓഫ്. ഈ AN ഉം A എന്ന് പറയുന്ന ഒന്നാമത്തെ പ്രിഫിക്സും AN എന്നോ അല്ലെങ്കിൽ A എന്നോ ഇത് രണ്ടും ഒരേ മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. വിത്തൗട്ട് ഓർ ഫോർ വാണ്ട് ഓഫ് എന്ന അർത്ഥം വരുന്ന എന്താ പറയാ പ്രിഫിക്സ് ആണ്. ഓക്കെ, A എന്നാകാം അല്ലെങ്കിൽ AN എന്നാകാം. അടുത്ത ANA അപ്പ്, ബാക്ക്, വൺ മോർ ടൈം. ഇതിപ്പോ എന്താണ് ഇതൊക്കെ നമ്മൾ സൂചിപ്പിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഡോക്ടേഴ്സ് ഇപ്പൊ ഏതെങ്കിലും ഒരു രോഗിയെ നോക്കുമ്പോ അതിന്റെ അകത്ത് പ്രിസ്ക്രിപ്ഷൻസിലേക്കാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനോ ലാബിലേക്കോ ഓപ്പറേഷൻ തിയേറ്ററിലേക്കോ മറ്റെവിടെയെങ്കിലും ഒക്കെ കാര്യങ്ങൾ നഴ്സസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒക്കെയാണ് ഇതൊക്കെ ഉപയോഗിക്കേണ്ടി വരിക. അപ്പൊ ഇതിന്റെ ഒക്കെ ഫുൾ ഫോം അങ്ങോട്ട് ഉപയോഗിക്കുന്നതിന് പകരം ചില വേർഡുകളുടെ കൂടെ ഇങ്ങനെ പ്രിഫിക്സുകളൊക്കെ ചേർത്ത് അവർക്ക് പരസ്പരം നമുക്ക് മനസ്സിലാക്കാനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കല്ല, അവിടെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്, അതായത് സ്റ്റാഫ്സിന്, അതുപോലെ തന്നെ നഴ്സസിന്, എസ്പെഷ്യലി നഴ്സസും അതുപോലെ ഡോക്ടേഴ്സും ഒക്കെ തന്നെയാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ പലതരത്തിലുള്ള നഴ്സസ് ഉണ്ട് അല്ലെ, ലാബ് ഹാൻഡിൽ ചെയ്യുന്നവരുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിൽ എൻഗേജ് ആയിട്ടുള്ളവരുണ്ട്, അതുപോലെ തന്നെ ഓരോ വിഭാഗത്തിലും. അപ്പൊ അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഉപയോഗിക്കാവുന്ന പ്രിഫിക്സുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഔട്ട്സൈഡേഴ്സിനല്ല, രോഗികൾക്ക് വരുന്നവരോടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർക്ക് അറിയില്ല. ഓക്കെ, അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോ ANA അപ്പ്, ബാക്ക്, വൺ മോർ ടൈം, മുകളിലേക്ക് താഴേക്ക് വൺ മോർ ടൈം ഒരിക്കൽ കൂടി എന്നൊക്കെ കാണിക്കാനാണ് ANA എന്ന് ഉപയോഗിക്കുക. അത് ആൻജിയോ, ANGIO, ആൻജിയോപ്ലാസ്റ്റി ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള. അപ്പൊ ആൻജിയോ എന്നത് ഏതെങ്കിലും വേർഡ്, പ്ലാസ്റ്റി അതിന്റെ കൂടെ ചേർക്കുന്നതാണ്. ആൻജിയോ എന്ന് ചേർത്താൽ അതിന്റെ അർത്ഥം വെസൽ എന്നാണ് കേട്ടോ. ബ്ലഡ് വെസൽ സൂചിപ്പിക്കാനായിട്ട് അവർക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കും, ബ്ലഡ് വെസൽ. ഓക്കെ, അടുത്ത ANTE, ANTE പ്രയോർ ടു ഫോർവേഡ്, പ്രയോർ ടു മുൻപ്, ഫോർവേഡ് അത് കഴിഞ്ഞിട്ടുള്ളത്, ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മുന്നോട്ട് എന്നാണ്. ഓക്കെ, അടുത്ത ANTI ആന്റി, മറ്റേത് ആന്റി എന്ന് പറയുന്നത് ANTE ആണ്. അടുത്തത് ANTI ആണ്. അവേഴ്സ് ടു ഫോർവേഡ്, അതും അങ്ങനെ തന്നെ മീൻ ചെയ്യുന്ന ഒരു വേർഡുകളാണ്. അതിന്റെ പ്രിഫിക്സ് ആണ് കേട്ടോ, ANTI അവേഴ്സ് ടു ഫോർവേഡ്. അടുത്തത് ARTERI/O സ്ലാഷ് എന്ന് തന്നെ വായിക്കണം. /O എന്നാണ് ആർട്ടറീസ്, ധമനികളെ കുറിച്ചിട്ട് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, രണ്ടും ഒരേ മീനിങ് ആണ് വരിക. ഫോർവേഡിന്റെ ആന്റി എന്നുള്ളത് രണ്ടും. ആർട്ടറി/O ആർട്ടറിയെ തന്നെ സൂചിപ്പിക്കാനാണ്, ധമനികളെ. ആർത്തോ, ARTHO pertaining to ജോയിന്റുകളെ. ആർത്രൈറ്റീസ് എന്ന് നമ്മൾ ഫസ്റ്റ് പേജിൽ പറഞ്ഞു, ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ്, ആർത്രൈറ്റീസ് എന്നതിനെ സൂചിപ്പിക്കാനാണ് അല്ലെ, ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ് എന്നാണ് അർത്ഥം. ആർത്തോ എന്ന് പറയുന്നത് റെഫറിങ് എ ജോയിന്റ്, ഏതെങ്കിലും നമ്മുടെ ജോയിന്റുകളെ എന്താ പറയാ, ഇവിടെ ജോയിന്റുകളൊക്കെ ഉണ്ടല്ലോ, അതിനെ സൂചിപ്പിക്കാണ്. AUTO ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ സെൽഫ് എന്നാണ് അർത്ഥം അല്ലെ, വൺ സെൽഫ്. ഓട്ടോ മീൻസ് വൺസ് സെൽഫ്. ഓട്ടോ എന്ന് പറയുന്ന പ്രിഫിക്സ് വേറെ ഏതെങ്കിലും വേർഡുകളുടെ ചേർക്കുമ്പോൾ വൺ സെൽഫ് എന്നാണ് അതിന്റെ മീനിങ് വരിക. ബൈ എന്താ, ബൈസെക്ട് എന്ന് നമ്മളായിട്ടുണ്ടല്ലോ, കോമൺലി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. ബൈസെക്ട് എന്ന് പറഞ്ഞാൽ ഒപ്പം പകുതിയാക്കുക, മുറിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് അല്ലെ. അപ്പൊ രണ്ട് സെക്ഷൻസ്, രണ്ട് എന്നാണ്. അപ്പൊ ബൈ എന്ന് പറയുന്നതിന്റെ മീനിങ് ബൈ എന്നാണ്, ടു എന്നാണ്. TWO മീൻസ് മുറിക്കുക, രണ്ട് കഷ്ണാക്കുക എന്നൊക്കെ പറയും. BI/O എന്നാണല്ലോ ബയോളജി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ബയോളജി സ്റ്റഡി ഓഫ് സയൻസ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ലൈഫ്, ബിലോങ്ങിങ് ടു ലൈഫ്. അതിനകത്ത് BI/O എന്ന് പറയുന്നത് ചേർത്താൽ എന്തായാലും ബിലോങ്ങിങ് ടു ലൈഫ്, ജീവശാസ്ത്രം, പ്യുവർ ബയോളജി.
ഓക്കെ, അടുത്ത ബ്ലാസ്റ്റ്, BLAST/O, ബ്ലാസ്റ്റോ, ജേം ഓർ സെൽ, സെല്ലുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ജേമുമായിട്ട് ബന്ധപ്പെട്ടത് എന്നർത്ഥം. ബ്ലഫർ, ബ്ലഫർ എന്ന് പറഞ്ഞാൽ ബിലോങ് ടു ഐലിഡ്, നമ്മുടെ കണ്ണിന്റെ ഈ കോളായിരുന്നു, കൺപോളം, അതാണ് ബിലോങ്ങിങ് ടു ഐലിഡ് ആണ് ബ്ലഫർ എന്നതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. ബ്ലഫർ/O ഉണ്ട്, ബിലോങ്ങിങ് ടു ഐലിഡ്. ഓക്കെ, ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു തന്നെ നിങ്ങൾ പഠിക്കേണ്ടി വരും. ഇനി ഇത് പഠിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതെല്ലാം നമുക്ക് എക്സാമിന് വേണ്ടി പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ മാർക്ക് ചെയ്ത് തരുന്നത് മാത്രമെങ്കിലും ഓരോ പേജ് നമ്മൾ റെഫർ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ വായിക്കുന്ന പോലെ തന്നെയാണ് ഞാനും വായിച്ചാലും, ഞാൻ വായിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങൾ വായിച്ചാലും. കാരണം നമുക്ക് പ്രിഫിക്സ് മൾട്ടിപ്ലിക്കേഷൻ മാത്രം പഠിക്കാനുള്ളൂ. കൂടുതൽ അകത്തോട് ചെകഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ 6 മാസത്തെ കോഴ്സ് പോരാണ്ട് വരും. നമുക്ക് ഇത് മുഴുവൻ റെഫർ ചെയ്തതിന്റെ മീനിങ്സ്, അതിന്റെ എക്സാമ്പിൾസ്, അത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒത്തിരി വിശദീകരണം കൊടുത്താൽ കേട്ടോ. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്, സെർച്ച് ചെയ്താൽ കാണാം. ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ ചെയ്ത് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചതൊക്കെ റെഫർ ചെയ്യിപ്പിക്കാനുള്ള സമയം ഉണ്ടായിരുന്നെങ്കിൽ അതും ചെയ്തുതരാം. പക്ഷെ നമ്മുടെ ആ ഒരു ഡ്യൂറേഷനിൽ അത് നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ആദ്യമേ തന്നെ പറയുന്നത്. ഓക്കെ, തന്നെയല്ല നമ്മുടെ എക്സാംസിന് നമുക്ക് ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് റെഫർ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുക എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് വരണം. കാരണം അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽസിൽ അവർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടി ഒന്ന് അറിയണം അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്കത് അറിയണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഒന്ന് മാർക്ക് ചെയ്യാം. ഞാൻ പറയുന്നത് അബ്ഡോമൻ മാർക്ക് ചെയ്യുക, സ്റ്റൊമക് ഒന്ന് ടിക്കറ്റ് വെക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ഏതാണ് ഞാൻ പറയുന്നത് അത് ടിക്കറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾ പഠിക്കേണ്ടത് അതാണ്, കാണാതെ. ADEN, റെഫറിംഗ് ടു എ ഗ്ലാൻഡ്, റെഫറിംഗ് ടു എ ഗ്ലാൻഡ് എന്നർത്ഥം വരുന്ന ADEN/O മാർക്ക് ചെയ്യാം. ആൻജിയോ, വെസൽ എന്നുള്ളത് മാർക്ക് ചെയ്യാം. ആൻജിയോ, വെസൽ പറയുന്നത് മാത്രം മാർക്ക് ചെയ്യാം. ബാക്കിയുള്ളത് സമയം കിട്ടുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ പഠിച്ചാൽ മതി, വായിച്ചു നോക്കിയാൽ മതി. ഇത് എന്നാൽ കാണാതെ പഠിക്കണം. കാണാതെ പഠിക്കാൻ പറയുന്നത് അതിൽ മാർക്ക് ചെയ്യണം കേട്ടോ. Then next one, ആർത്തോ, ARTHO, pertaining to joints എന്നുള്ളത്. ആർത്തോ, ARTHO, ആർത്തോ pertaining to joints. അടുത്തത് ഓട്ടോ, AUTO, ഓട്ടോ, oneself, oneself. Next one, blasto, BLAST/O, germ or cell, germ or cell. And the last one, belonging to eyelid, that is bluffer, belonging to eyelid എന്നർത്ഥം വരുന്ന bluffer, BLAPHAR/O, bluffer/O. എത്ര മാർക്ക് ചെയ്തു? കറക്റ്റ് എണ്ണം പറയൂ ആരെങ്കിലും? 7. യെസ്, 7 എണ്ണമാണ് ഞാൻ പറഞ്ഞത്. 7 എണ്ണം എല്ലാവർക്കും കിട്ടിയോ എന്ന് എൻഷുർ ചെയ്യുക. എന്നാലേ എനിക്ക് അടുത്ത പേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അന്ന് പറഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞപ്പോ എനിക്ക് ഞാൻ ഇത് മാർക്ക് ചെയ്തല്ലോ അത് ഉണ്ടായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. കാരണം എക്സാമിന് ചോദിക്കും എന്നോട് പറയരുത്, അയ്യോ അത് പറഞ്ഞില്ലല്ലോ, അത് പഠിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ ഉണ്ടായില്ല മാഡം എന്നൊക്കെ പറയരുത് പ്ലീസ്. അതിനാണ് നിങ്ങളോട് ഇത് കൺഫേം ചെയ്യിപ്പിക്കുന്നത്. ഓരോ പേജും ഞാൻ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളോട് കൺഫേം ചെയ്യാൻ പറയുമ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയും ഇവിടെ കിട്ടാത്തവരുണ്ട്. ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത നമ്പർ ടൈപ്പ് ചെയ്താൽ മതി, വേർഡ് എഴുതണ്ട, നമ്പർ ടൈപ്പ് ചെയ്യും. അബ്ഡോമൻ തുടങ്ങിയാണ് ഞാൻ പറഞ്ഞത്. 6, 9, 13, 14, 17, 18 അങ്ങനെയല്ലേ നോക്കിയേ. 3, 6, 9, 13, 14, 17, 18. യെസ്, അതാണ് നമ്പർ നോക്കി ടിക്ക്. നമ്പർ നോക്കിയാൽ മതി. വേർഡ് നിങ്ങള് കണ്ടുപിടിച്ച് വരുമ്പോ ചെറുപ്പം നേരം പോയാലോ. അപ്പൊ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യണേ. ഇതുപോലെ ഓരോ പേജിൽ ഞാൻ മാർക്ക് ചെയ്യാൻ പറയുന്നത് ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്ക്. ചിലർക്കൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും, ചിലപ്പോ എല്ലാവർക്കും അത് കിട്ടിയത് വരില്ല. ഓക്കെ, പഠിക്കാൻ പറഞ്ഞത് മാത്രം ടിക്ക് ചെയ്തത് മാത്രം ഒന്ന് വായിച്ചു നോക്കിയ വേഗം. അബ്ഡോമൻ, അത് ഓരോന്നും അതിന്റെ മീനിങ് ഒന്ന് വേഗം വായിച്ചു നോക്കുക, എന്നിട്ട് അടുത്ത പേജിലേക്ക് പോകാം. കുറെയൊക്കെ നമ്മള് ജസ്റ്റ് കേട്ടിട്ടുള്ളപ്പോഴാണ് ഈ എക്സാംസിന് ചോദിച്ചേക്കണേ. നമ്മള് ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചപ്പോ അല്ലെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചപ്പോ അവിടെയൊക്കെ നമ്മള്
കേട്ട ചില കാര്യങ്ങളായിരിക്കും എന്താ പറയാ ഇവിടെ മെഡിക്കൽ ടേംസിൽ നമ്മൾ മാർക്ക് ചെയ്ത് പോകുന്നത്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതെന്ന് അർത്ഥം മനസ്സിലായോ? വളരെ കുറച്ച് മാത്രമേ നമുക്ക് അത്ര ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത വേർഡുകൾ നമുക്ക് എക്സാംസിനെ ചോദിച്ചതായിട്ട് കണ്ടിട്ടുള്ളൂ. അതല്ലാത്തതൊക്കെ കൂടുതലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറയാൻ കാരണം. ക്ലിയർ ആണോ? വായിച്ചു നോക്കിയപ്പോ പെർട്ടൈനിങ് ടു എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടതെന്ന് പറയില്ലേ? ജോയിന്റുമായി ബന്ധപ്പെട്ടത് പെർട്ടൈനിങ് ടു. അടുത്ത പേജിലേക്ക് പോയാലോ? യെസ്. ഓക്കെ, അടുത്തത് 19ാമത്തെയാണ്. ബ്രാഡി, BRADY കഴിഞ്ഞിട്ട് ഒരു ഹൈഫൻ ഇട്ടുണ്ട്. അതിന്റെ മുമ്പിൽ സോറി ബ്രാഡി കഴിഞ്ഞിട്ട് ഒരു കഷ്ണം കൂടി ചേർന്ന് വരും. ബ്രാഡി എന്ന് പറയുന്ന പ്രിഫിക്സ് ഇറ്റ് മീൻസ് ഡൾ, ഡൾ ആവുക അല്ലെ? ഉച്ചസമയമൊക്കെയാണ് നമ്മൾ ഭയങ്കര ഡള്ളായിട്ടിരിക്കും. എന്താ മടിയൊക്കെ പോലെ അല്ലെ? ഉച്ചക്കൊക്കെ രാവിലെ എന്തെങ്കിലും ഇത്ര മണിക്കൂർ കഴിഞ്ഞില്ലേ, അപ്പൊ അതിൻ്റെതായ അത്രയും നേരം നമ്മൾ ചെയ്ത ജോലികളുടെയൊക്കെ ആ ഒരു ഇതുകൊണ്ടാണ് നമുക്ക് എന്താണ് ഉച്ച കഴിയുമ്പോഴേക്കും ക്ഷീണം വരുന്നത് അല്ലെ? ചിലര് ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്ത് ക്ഷീണിച്ചവരുണ്ടാവും, ചിലര് ഭയങ്കരമായിട്ട് ബ്രെയിൻ വർക്ക് ചെയ്ത ജോലികളുണ്ട്. എന്നാലും ഉണ്ട് അല്ലെ? നമ്മൾ തല വെച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ എന്ത് ശാരീരികമായ എന്ത് അധ്വാനം ഉണ്ടായിട്ടാ അങ്ങനെ ക്ഷീണം തോന്നുന്നത്? അങ്ങനെ ഉണ്ട് കേട്ടോ, തീർച്ചയായിട്ടും ഉണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ എനർജിയൊക്കെ കൂടുതലും ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പൊ അത് ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ. അങ്ങനെ ഡള്ളായിട്ടിരിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങളെല്ലാവരും ഡള്ളായിട്ടിരിക്കുകയായിരിക്കും. പോരാത്തത് കേൾക്കുന്നത് മെഡിക്കൽ ടേംസിന്റെ കുറെ ടേംസ് വന്നിരിക്കുന്നു. നമുക്ക് വല്ല എന്തെങ്കിലും എക്സാമ്പിൾസ് പറഞ്ഞ് നിങ്ങളെ നിന്ന് രസിപ്പിക്കാനോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എന്റർടൈനിങ് ആയിട്ട് പറയാനോ ഈ ഒരു വിഭാഗത്തിൽ നമുക്കില്ല. അതുകൊണ്ട് എനിക്കും ഇച്ചിരി ഡള്ള്. പക്ഷെ മറ്റു ചാപ്റ്റേഴ്സ് ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എടുത്താൽ അത് ആ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലേ? ആണോ? ആലോചിച്ച് നോക്കി നിങ്ങൾ. നമുക്ക് തന്നെ ഉണ്ടോ എല്ലാവരും? 33 പേര്, 31 പേര് അവിടെ ഉണ്ട്. അതന്നെ. അപ്പൊ നമ്മള് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്തപ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരിയൊക്കെ നിങ്ങൾ ഉണർത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു എനിക്ക് അല്ലെ? വല്ല എക്സ്പീരിയൻസ് ഉള്ള എന്തെങ്കിലും കാര്യമോ ഷെയറിങ്ങൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ഹെൽപ്ലെസ് ആണ് ഞാനും. പക്ഷെ എന്തായാലും നമുക്ക് പഠിക്കാതെയും പറ്റില്ല. ഓക്കെ, അപ്പൊ നോക്കാം. ബ്രാഡി, BRADY ഒരു ഹൈഫൻ ഇട്ടിട്ടുണ്ട്. ഡൾ എന്നാണ് അതിന്റെ മീനിങ്. കാൽക്ക്, CALC, കാൽക്ക്. സ്റ്റോൺ, ഹീൽ എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ഹീല്, സ്റ്റോണ് എന്നൊക്കെ മീനിങ് വരുന്ന പ്രിഫിക്സ് ആണ് CALC ഹൈഫൻ. കാർഡിയോ, CARDI/O ആണ്. നമുക്കറിയാം കാർഡിയോ, കാർഡിയോളജി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു LOGY കൂടി ചേർത്ത് കഴിയുമ്പോ ആ ഒരു കാർഡിയോ എന്ന് പറയുന്ന പ്രിഫിക്സ് കഴിഞ്ഞ് ഒരു OGY കൂടി ചേർത്ത് കഴിയുമ്പോ നമുക്ക് എന്താകും? ഹീൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ? ഹീല് എന്താണ്? ഹീല് എന്ന് പറയാ. ഹീല് പൊക്കമുള്ളത് എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ. നമ്മുടെ ചെരുപ്പിടുമ്പോ ഹീലുള്ള ചെരുപ്പൊന്നും കേട്ടല്ലേ? ഹീലിന്റെ അവിടെ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത്. അതന്നെ സാധനം തന്നെ. ഓക്കെ, അപ്പൊ കാർഡിയോളജി, OLOGY എന്ന് പറയുന്ന ഒരു കഷ്ടം കൂടി ചേർക്കുമ്പോ അത് കാർഡിയോളജി ആയി. എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. പറഞ്ഞു മാത്രം അതൊക്കെ അറിയാവുന്ന എക്സാമ്പിളാണ് നമുക്ക്. അതുകൊണ്ട് കാർഡിയോ എന്ന് പറയുന്നത് ബിലോങ്ങിങ് ടു ഹാർട്ട്, നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ടതാണ്. സെഫലോഗ്രാം എന്നുണ്ട്. അത് എന്താ പറയാ ഹെഡിന്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇത് ഫങ്ഷൻസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് സെഫലോഗ്രാം. ബിലോങ്ങിങ് ടു ഹെഡ് കേട്ടോ. തലയുമായി ബന്ധപ്പെട്ടത് CEPHAL/O സെഫലോ ബിലോങ്ങിങ് ടു ഹെഡ്, ഹെഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. CEREBRO/O ആണ് സെറിബ്രോ. ബിലോങ്ങിങ് ടു സെറിബ്രം, എ പാർട്ട് ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഭാഗമായ സെറിബ്രമുമായി ബന്ധപ്പെട്ടത് എന്നർത്ഥം വെച്ചതാണ് സെറിബ്രോ. CEREBR/O ആണ്. belonging to the cerebrum, a part of brain. ബ്രെയിനിന്റെ ഭാഗമാണ് സെറിബ്രം. ഓക്കെ, സെർവിക്, CERVIC/O, സെർവിക് belonging to the neck or uterine cervix. നെക്കുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ യൂട്രൈൻ സെർവിക്സുമായിട്ട് ബന്ധപ്പെട്ടത് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അടുത്തത് CHOLE, belonging to bile or gall bladder. gall bladder എന്താ? കാശിയസംഖ്യക്കില്ലേ? അല്ലെങ്കിൽ ബൈൽ, പിത്തം, അതൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. അതൊക്കെ അടിഞ്ഞു കൂടുന്നത് എന്തിന്റെ ഫലമായിട്ടാണ്? കൊളസ്ട്രോൾ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. CHOLE, അത് കോൾ എന്ന് പറയുന്ന
അപ്പം അതിന്റെ കൂടെ ബാക്കി ഭാഗം ചേർക്കുമ്പോൾ ആ പ്രിഫിക്സിന്റെ കൂടെ ചേർക്കുമ്പോൾ it becomes cholesterol belonging to bile or gall. Okay. CHOLDR belonging to cartilage. കാർട്ടിലേജുമായിട്ട് ബന്ധപ്പെട്ടത്. എന്താണ് കാർട്ടിലേജ്? തരം അസ്ഥിയാണ്. തരുണാസ്ഥി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പഠിച്ചപ്പോ നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും തരുണാസ്ഥി, കാർട്ടിലേജ് അല്ലെ? അസ്ഥികളുടെ കുറെ രീതിയിലുള്ള അസ്ഥി ഉണ്ടല്ലോ. എല്ലാ ബോൺസും ഒരുപോലെയാണോ? എല്ലാ അസ്ഥികളും ഒരുപോലെയാണോ? നമ്മുടെ ആലോചിച്ചേ, എത്ര ടൈപ്സ് ഓഫ് അസ്ഥികൾ ഉണ്ടെന്നൊക്കെ PSC ഒക്കെ പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അല്ലെ? എല്ലാ അസ്ഥിയും ഒരുപോലെയല്ല. ഓരോ അസ്ഥികൾക്കും അതിൻ്റെതായ പ്രത്യേകതകൾ, ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ സോഫ്റ്റ് ബോൺസ് ഉണ്ട്, അതുപോലെ ഹാർഡ് ആയിട്ടുള്ള ബോൺസ് ഉണ്ട് അല്ലെ? ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതുണ്ട്, അങ്ങനെയൊക്കെയാണ് അല്ലെ? നാവിന്റെ ഒക്കെ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റണേ. ഇങ്ങനെ വാദം വരാതെ ഇങ്ങനെ പറയാൻ പറ്റണേ. അത് ഫ്ലെക്സിബിൾ അല്ല എങ്കിൽ ഇത്രയും വലുതായിട്ട് നമുക്ക് ഇങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കാൻ പറ്റില്ല. ചെവി അല്ലെ? അവിടെയൊക്കെയും അസ്ഥി ഉണ്ട്, പക്ഷെ അതൊക്കെ നോക്കിയാൽ നമുക്ക് എത്ര നമുക്ക് തുറച്ചു വേണമെങ്കിൽ ഇടാൻ. ബിക്കോസ് അതിനത്ര ഹാർഡ്നെസ് ഇല്ല ആ ബോൺസിന്. ഓക്കെ, എങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ തരുണാസ്ഥിയാണ് കേട്ടോ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു അസ്ഥി. കാർട്ടിലേജ് എന്ന് പറയുന്നത് തരുണാസ്ഥി എന്നാണ് അർത്ഥം. CHONDR/O ബിലോങ്ങിങ് ടു കാർട്ടിലേജ്. CIRCUM എന്താണ്? സർക്കംഫറൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റുള്ളത്. ഓൺ ഓൾ സൈഡ്സ്. നമ്മുടെ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്ന് കേട്ടിട്ടുണ്ടോ? വൃത്തത്തിന്റെ ചുറ്റളവ്. എല്ലാ ഭാഗത്തും ഉള്ള അളവാണ് കേട്ടോ വൃത്തത്തിന്റെ ചുറ്റളവ്. കാണാനുള്ള ക്വസ്റ്റ്യനൊക്കെ അറിയാം, ചോദിക്കാനുള്ള ഞാൻ. സർക്കം CIRCUM ഓൺ ഓൾ സൈഡ്സ് എന്ന അർത്ഥമാണ് CIRCUM എന്ന് പറയുന്ന prefix. Okay, CONTRA കോൺട്രാ, എഗെയിൻസ്റ്റ്. കോൺട്രാ, സീൻ കോൺട്രാ എന്നൊക്കെ പറയാറുണ്ടല്ലോ കുട്ടികളൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒത്തിരി നാളുകൾ മുമ്പ് വരെ ആ വാക്കൊക്കെ ആയിരുന്നു. ഇപ്പൊ ഓരോ ഈ ഇതനുസരിച്ചിട്ട് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ കുട്ടികളുടെ വായികളിൽ നിന്ന് നമുക്ക് ഒരുപാട് പുതിയ വേർഡുകൾ കണ്ടെത്താൻ സാധിക്കും അല്ലെ? അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എപ്പോഴും ആളുകൾ യൂസ് ചെയ്തിരുന്ന ഒരു വേർഡായിരുന്നു കോൺട്രാ. സീൻ കോൺട്രാ എന്നൊക്കെ പറയുന്നത് ഓപ്പോസിറ്റ് ആണ്, എഗെയിൻസ്റ്റ്. സെയിം നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലാതെ വരുമ്പോഴാണ് അത് കോൺട്രാ, എഗെയിൻസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ CONTRA കോൺട്രാ, ഒരു ഹൈഫൻ ഇട്ടുണ്ട്, എഗെയിൻസ്റ്റ് ഓർ ഓപ്പോസിറ്റ് എന്നാണ് അതിന്റെ മീനിങ്. COST/O ബിലോങ്ങിങ് ടു റിബ്. റിബ് പറയാ റിബ് കേജ്. ഇവിടെ ഉണ്ടാകുന്ന റിബ് കേജ്. ബോഡി ബിൽഡേഴ്സ് ഒക്കെ റിബൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വിസിബിൾ ആകുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കും അല്ലെ? റിബ് കേജ്. അപ്പൊ റിബുമായി ബിലോങ് ചെയ്യുന്നതാണ് COST/O. അടുത്ത CYANO എന്താണ്? ബ്ലൂ. ഇറ്റ്സ് എ കളർ. കളറുമായിട്ട് ബന്ധപ്പെട്ടാണ്. സിയാൻ കളർ എന്ന് പറയുന്നത് ഒരു കളറാണല്ലോ, ഒരു തരം ബ്ലൂ കളറിനെയാണ് നമ്മൾ CN/O വരുമ്പോ സിയാനോ. സിസ്റ്റ് എന്താ? സിസ്റ്റ് റിലേറ്റിംഗ് ടു ബ്ലാഡർ. ബ്ലാഡറുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ബ്ലാഡറിനകത്തൊക്കെ ഇങ്ങനെ സിസ്റ്റ് ഫോം ചെയ്യാന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഒരു അബ്നോർമൽ ഗ്രോത്ത് ഉണ്ടാവുക, അതാണ്. അപ്പൊ CYST/O റിലേറ്റിംഗ് ടു ബ്ലാഡർ. അത് CYT സൈറ്റ്. സൈറ്റോളജി കേട്ടോ? എവിടെയെങ്കിലും സൈറ്റോളജി ഒക്കെ ഉണ്ടോ? നമ്മൾ പറഞ്ഞു കേട്ടാ. ഹിസ്റ്റോളജി, ബാക്ടീരിയോളജി, സൈറ്റോളജി, സീറോളജി അല്ലെ? ബയോകെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞു. ലാബുകളിൽ ടെസ്റ്റ് നടത്തുന്ന പ്രധാനപ്പെട്ട മെയിൻ 6 ഫീൽഡ്സ്. ലാബ് ടെസ്റ്റിലെ പ്രധാനപ്പെട്ട 6 മേഖലകളിൽ ഒന്നായിരുന്നു സൈറ്റോളജി. സെൽസിനെ കുറിച്ചിട്ട്, സെൽസിന്റെ ഫങ്ഷൻസ് അല്ലെ, അതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള പഠനം. അതാണ്. അപ്പൊ അതിനൊരു ഉദാഹരണമായിട്ട് സൈറ്റോളജി വേണമെങ്കിൽ നമുക്ക് മനസ്സിൽ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മാത്രം മതി, നമുക്ക് അറിഞ്ഞിരിക്കാൻ. അപ്പൊ CYT/O റിലേറ്റിംഗ് ടു സെൽ. ഓക്കെ, DE ഡൗൺ ഫ്രം, താഴേക്ക് എന്ന് അർത്ഥം വരുന്നതാണ് ഡൗൺ ഫ്രം. ഡെർമറ്റ്, DERMAT. ഡെർമറ്റിന് ഒരു ഉദാഹരണം ചെയ്യാമോ? ഡെർമറ്റ് എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർത്തൊരു വേർഡ് ചെയ്യാമോ? ആർക്കെങ്കിലും? ചിലപ്പോ മോക്ക് ടെസ്റ്റിൽ ഞാൻ അറിയാണ്ട് ഇങ്ങനത്തെ ചോദ്യം അതന്നെ ഡെർമറ്റോളജി. അതെ, നമ്മൾ പഠിച്ചേക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ഇറ്റ്സ് റിലേറ്റിംഗ് ടു സ്കിൻ. അതിന്റെ അർത്ഥം റിലേറ്റിംഗ് ടു സ്കിൻ എന്നാണ്. കണ്ട? അപ്പൊ ഇങ്ങനെയുള്ള ഈ ഡെർമറ്റ് എന്ന് പറയുന്നത് സ്കിന്നിന് എന്നുമായി അർത്ഥം വരുന്ന വേർഡാണ്. അതിനെ കുറിച്ചുള്ള പഠനം അതായിരുന്നു ഡെർമറ്റോളജി. ഇപ്പൊ സ്കിന്നിന്റെ പഠനം മാത്രമല്ല, ഹെയർ, നമ്മുടെ ഹെയർ പ്രോബ്ലംസ്, നെയിൽ പ്രോബ്ലംസ്, സ്കിൻ പ്രോബ്ലംസ്, വെനറിയൽ ഡിസീസസ് ഒക്കെ ഇന്ന് ഈ പറയുന്ന ഡെർമറ്റോളജി വിഭാഗത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ സ്കിന്നിന്റെ ആയിരുന്നു തുടക്കത്തിലെങ്കിലും ഇപ്പൊ അത് ആ ഒരു ട്രീറ്റ്മെന്റ് ഇങ്ങനെ വികസിച്ച് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെയർ പ്രോബ്ലംസും അതിന്റെ കീഴിൽ വരുന്നുണ്ട്. ഓക്കെ,
ഡെർമറ്റ് സ്ലാഷ് ഓ അതന്നെ സ്ലാഷ് ഓ എന്നുണ്ട്. ആ ബ്രാക്കറ്റ് ഒക്കെ സ്ലാഷ് ആയിട്ട് വായിക്കണേ. അത് ഇട്ടപ്പോ അങ്ങനെ ആയിപ്പോയതായിരിക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് അങ്ങനെ ഒന്ന് നമ്മള് സ്വന്തമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, DI ഡൈ 2 times ഓർ ഡബിൾ. ഡബിൾ അല്ലെങ്കിൽ 2 പ്രാവശ്യം 2 തവണ എന്ന് സൂചിപ്പിക്കാനാണ് DI എന്ന് പറയുന്ന പ്രിഫിക്സ് ഉപയോഗിക്കുക. DI എന്ന് പറയുന്നത് 2 times or double. DIA dia means through, completely, through എന്നും completely എന്നൊക്കെ സൂചിപ്പിക്കാനായിട്ട് ഡയ എന്ന് പറയുന്ന പ്രിഫിക്സ് പല സിറ്റുവേഷൻസ് അനുസരിച്ച് ഏതെങ്കിലും വേർഡുകളുടെ കൂടെ ചേർക്കും. ഓക്കെ, DYS എന്താണ്? ആഗ്നൈസിങ്, അബ്നോർമൽ, ടഫ്, ഭയങ്കര പ്രയാസമേറിയത്, അബ്നോർമൽ ആയത്, ആഗ്നൈസിങ്, ഇച്ചിരി വിഷമം പിടിച്ചതൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒക്കെ സൂചിപ്പിക്കാനാണ് DYS എന്ന് പറയുന്ന പ്രിഫിക്സ് ഉപയോഗിക്കുക. അടുത്തത് ECT/O, HO ഔട്ട് ഫ്രം, ഇത് ഡൗൺ ഫ്രം ആയിരുന്നു DE എങ്കിൽ ഇവിടെ ECT/O ആണ്, ഔട്ട് ഫ്രം എന്നാണ് അതിന്റെ മീനിങ് വരിക. ഇലക്ട്രോ നമുക്കറിയാവുന്ന പോലെ ഇലക്ട്രിസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്, റിലേറ്റിംഗ് ടു ഇലക്ട്രിസിറ്റി, ഇലക്ട്രോ/O ആണ്. അടുത്ത എൻഡോ, എൻഡോ മീൻസ് എന്താ? ഇൻസൈഡ്. എൻഡോസ്കോപ്പി കേട്ടിട്ടുണ്ടോ? എൻഡോസ്കോപ്പി എന്താ? എൻഡോസ്കോപ്പി കേട്ടിട്ടുണ്ട് അല്ലേ? യെസ്, എന്താണ് എൻഡോസ്കോപ്പി? സ്റ്റൊമക്കിനകത്ത്, ഇൻസൈഡ് ദ സ്റ്റൊമക്ക് അല്ലെ, സ്റ്റൊമക്കിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ വയറുവേദന അല്ലെ, അവർക്ക് എപ്പോഴും ടോയ്ലറ്റിൽ പോകുന്നു തോന്നുക ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ തന്നെ. അപ്പൊ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു കുഴപ്പമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് നടത്തുന്ന ഒരു പഠനം അല്ലെ, എന്താ പറയുക, ഒരു ടെസ്റ്റ് അല്ലെ, അതാണ് എൻഡോസ്കോപ്പി. ഇൻസൈഡ് ആണ്. ENTER relating to intestines. intestines ആണ്. intestines എന്താ? intestines വൻകൂടലെ ചെറുകൂടൽ അല്ലെ, ലാർജ് ഇൻഡസ്റ്റൈൻ ഉണ്ട്, സ്മോൾ ഇൻഡസ്റ്റൈൻസ്, അതുമായി ബന്ധപ്പെട്ടത് കാണിക്കാനാണ് ENTER/O. അടുത്തത് EPI സ്ലാഷ് ഒരു ഹൈഫൻ ഉണ്ട്, അപ്പോൺ, ഓൺ എന്നൊക്കെ. എപ്പിഡെർമിസ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു ഉദാഹരണമാണ്. എപ്പിഡെർമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എപ്പിഡെർമിസ് എന്താണ്? നമ്മുടെ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ സ്കിൻ ആണ് കേട്ടോ. നമ്മുടെ ഈ സ്കിന്നിന്റെ ഏറ്റവും മുകളിലുള്ള ലെയർ എപ്പിഡെർമിസ് എന്ന് വിളിക്കുക. അതിനൊരു ഉദാഹരണം എപ്പിഡെർമിസ് എന്ന് പറയുന്നത് EPI എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർത്ത് വരുന്ന ഒരു വേർഡിന് എക്സാമ്പിൾ ആണ് എപ്പിഡെർമിസ്. ഓൺ ദ സ്കിൻ എന്നാണ് കേട്ടോ. അപ്പൊ അതൊക്കെ എഴുതുമ്പോ അവർക്ക് പരസ്പരം അങ്ങോട്ടും കാര്യങ്ങൾ പറയുമ്പോൾ അവര് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രിഫിക്സുകളായിട്ട് ചേർത്ത് ഓരോ വേർഡുകൾ പുതിയതായിട്ട് ഉണ്ടാക്കുക. ഏതില്? മെഡിക്കൽ ടെർമിനോളജിയിൽ അവിടുത്തെ പ്രൊഫഷണൽസും സ്റ്റാഫ്സും ഒക്കെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പേജിൽ അടയാളപ്പെടുത്തിയാലോ? സെക്കൻഡ് പേജില് മാർക്ക് ചെയ്യട്ടെ. ആദ്യത്തെ പേജിൽ 7 മാർക്ക് ചെയ്ത്, അല്ല സോറി 6 മാർക്ക് ചെയ്ത്, അടുത്ത പേജിൽ ഒന്ന് മാർക്ക് ചെയ്യാം. ഒന്നാമത്തെ കാർഡിയോ, CARDI/O, കാർഡിയോ ബിലോങ്ങിങ് ടു ഹാർട്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ, കാർഡിയോളജി വിഭാഗമൊക്കെ നമ്മൾ പഠിച്ചതാ. കാർഡിയോ. അടുത്ത CEPHA/O, സെഫർ ബിലോങ്ങിങ് ടു ഹെഡ്, ഹെഡുമായി ബന്ധപ്പെട്ടത്. 22, 21 ഉണ്ട്, 22 ഉണ്ട്. നെക്സ്റ്റ് വൺ കോൺട്രാ, CONTRA, against or opposite, contra. Next one cyst, CYST, relating to bladder. 31 relating to bladder. Cyst ഉണ്ട്, site ഉണ്ട്, CYT, site/O, that is relating to cell. 31, 32 ഉണ്ട് കേട്ടോ. അടുത്തത് 34 dermatology, Next one electricity-മായി ബന്ധപ്പെട്ടത്. Electro, relating to electricity. അടുത്തത് enter, ENTER/O, entro, relating to intestines. അതിന്റെ തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു DIA, പറയാൻ പറ്റുന്നത് DIA, through, completely. ഡയഗ്നോസിസ് എന്ന് പറയുന്ന ഒരു വേർഡ് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഡയഗ്നോസിസ്, കംപ്ലീറ്റ് ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ പരിശോധനയൊക്കെ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡയ എന്ന വേർഡ് അവര് പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആളെ പരിശോധിച്ചു എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ്. അപ്പൊ ഡയയും കൂടി മാർക്ക് ചെയ്യാം കേട്ടോ. എത്ര ഉണ്ടെന്ന് ഇനി വേഗം ഒന്ന് പറഞ്ഞേ.
ഈ ഒരു പേജില് ഫ്രം ദ 19th നമ്പർ 19ാമത്തെ തുടങ്ങി 42 വരെയുള്ള പേജില്. സോ 1 2 3 4 5 6 7 8 9 9 9 അതെ. എല്ലാവർക്കും 9 കിട്ടി എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് മാത്രമേ അടുത്ത പേജിലേക്ക് ഞാൻ പോകുന്നുള്ളൂ. ആർക്കെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അല്ല ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും വേഗം ഒന്ന് പറഞ്ഞു കൊടുക്കാം. പറഞ്ഞാൽ അവിടെ പറഞ്ഞു തരും. എല്ലാവർക്കും കിട്ടി? വെരി ഗുഡ്. ഇരിക്കാമല്ലോ. ഓക്കെ. 9 6 15 2 പേജില് ഇത്രയും പഠിച്ചിട്ട് നമ്മള് എന്ത് ചെയ്തോളൂ? 15 എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടി ഞാൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായ? ആ പ്രപ്പോർഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങള്. അപ്പൊ ആ രീതിയിൽ എന്നിട്ട് പഠിക്കണം. എല്ലാം വിട്ട് കളയാൻ പറ്റില്ല. അയ്യോ ഇത്ര ഇത് പഠിക്കണം അങ്ങനെ. ആദ്യത്തേതാണോ? ഈ പേജിലാണോ? ഈ പേജിലത്തെ ആണോ? 19 തുടങ്ങിയുള്ള പേജിലത്തെ ആദ്യത്തെയാണോ ചോദിക്കണേ? 21ാമത്തെ കാർഡിയോ? ഫസ്റ്റ് പേജിലത്തെയാ? ഫസ്റ്റ് പേജിലത്തെ 6 വൈകിയാണോ കയറിയ? ഷമാശറിൽ വൈകിയാണോ കയറിയ? ഫസ്റ്റ് പേജില് 7 ഉണ്ട്. അടുത്തൊരു പേജ് കൂടി പറയാം എന്നാണ് എൻ്റെ ഒരു നിഗമനം. പറഞ്ഞോട്ടെ? ഈ പേജ് കൂടി എടുക്കുള്ളൂ. അധികം പറയാമോ? 3 പേജ്. 3 പേജില് എത്ര എണ്ണം പഠിക്കാം പറഞ്ഞോ? അത് പഠിച്ചാൽ മതി സാറിന് വേണ്ടി. പറയാൻ പോലെ കുഞ്ഞ് കൺഫ്യൂഷൻ ഇല്ലല്ലോ? ആദ്യത്തെ പേജില് 6ഉം രണ്ടാമത്തെ പേജില് ആദ്യത്തെ പേജില് 6 പറഞ്ഞേ. 6 7 പറഞ്ഞേ. അങ്ങനെയാണോ പറഞ്ഞത്? ആദ്യത്തെ പേജിൽ 7. ഓക്കെ. ആദ്യത്തെ പേജിൽ 7 രണ്ടാമത്തെ പേജിൽ 9. യെസ്. അപ്പൊ 9 7 16. കറക്റ്റ്. ഓക്കെ. അപ്പൊ 43ാമത്തെ പറയാൻ പോലെ ERYTHRO എറിത്രോസൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വേർഡ് എന്റെ അവിടെ ഇട്ടിട്ടുണ്ട്. എക്സാമ്പിളും അതിനകത്ത് തന്നെ കിട്ടും നമുക്ക്. എനിത്തിങ് വിച്ച് ഇസ് റിലേറ്റിംഗ് ടു റെഡുമായി ബന്ധപ്പെട്ടത്. നമ്മുടെ റെഡ് ബ്ലഡ് സെല്ലൊക്കെ ഉണ്ടോ? റെഡ് ബ്ലഡ് സെൽ RBC അതുമായി ബന്ധപ്പെട്ടതൊക്കെ എന്തൊക്കെയോ സൂചിപ്പിക്കാറുണ്ട്. എറിത്രോസൈറ്റിസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ERYTHR/O എറിത്രോസൈറ്റിസ്. അതിന്റെ എക്സാമ്പിൾ വേണമെങ്കിൽ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. വിച്ച് ഇസ് റിലേറ്റിംഗ് ടു എനിത്തിങ് വിച്ച് ഇസ് റിലേറ്റിംഗ് ടു റെഡുമായി ബന്ധപ്പെട്ടത് എന്നതിന്റെ മീനിങ്. അടുത്തത് EU ക്വൈറ്റ്, ഗുഡ്, യൂഷ്വൽ എന്നൊക്കെ. ക്വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതല്ല കേട്ടോ. QUITE അല്ല, QUIET ആണ്. പൂർണ്ണമായും അല്ലെ? വളരെ പൂർണ്ണമായിട്ടുള്ളത്, നല്ലത്, യൂഷ്വൽ എന്നൊക്കെ സൂചിപ്പിക്കാനാണ് EU ഒരു ഹൈഫൻ ഇട്ടിരിക്കുന്നത്. ആ പ്രിഫിക്സ് EX/O എക്സ്റ്റീരിയറിനെ സൂചിപ്പിക്കുന്നതാണ്. എക്സ്റ്റീരിയർ ബാഹികമായിട്ടുള്ളത്. എക്സ്റ്റീരിയർ EX/O. അടുത്തത് എക്സ്ട്രാ, എക്സ്റ്റീരിയർ, ഇൻ അഡീഷൻ എന്നൊക്കെയാണ്. എക്സ്ട്രാ EXTRA എന്താണ്? എക്സ്റ്റീരിയർ പുറത്ത് ഉള്ളത്, അല്ലെങ്കിൽ ഇൻ അഡീഷൻ അതിന് പുറമെ എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതിന് വേണ്ടിയിട്ടാണ്. അടുത്തത് GASTR/O gastroenterology. What is one of the example? GASTR/O എന്ന് പറയുന്ന പ്രിഫിക്സ് നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് തന്നെ പഠിച്ചിരിക്കുന്ന ഭാഗത്തുള്ള എക്സാമ്പിൾ നടത്താൻ കഴിഞ്ഞിട്ടോട്ടാ. എക്സാമ്പിൾ ഇത് എനിക്കറിയാലോ. നേരത്തെ ഡെർമറ്റ്/O ഡെർമറ്റോളജി സ്വന്തമായിട്ട് ഉണ്ടാക്കിയില്ലേ? കാരണം എന്താണോ അത് പഠിച്ചിട്ടുണ്ട്. ആ ഒരു എക്സാമ്പിൾ നമുക്ക് തന്നെ കിട്ടും. ഓക്കെ. അപ്പൊ ഗ്യാസ്ട്രോ അതുപോലെ തന്നെയാണ്. ഗ്യാസ്ട്രോളജി, gastroenterology അല്ലെ? അപ്പൊ റിലേറ്റിംഗ് ടു സ്റ്റൊമക് ആണ്. സ്റ്റൊമക് റിലേറ്റഡ് ആണ്. അടുത്തെന്താ? GLYCO ഗ്ലൈക്കോജൻ അല്ലെ? ഷുഗർ എന്നാണ് അതിന്റെ മീനിങ്. GLYCO. അടുത്തത് GYNE ഗ്ലൈക്കോസിസ്. ശരിയാണ്. ഓക്കെ. അടുത്തത് ഗൈനക് GYNEC/O റിലേറ്റിംഗ് ടു ഫിമെയിൽസ് ഓർ ദ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ടത്, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അതിന് ഉദാഹരണം പറയാം. എന്താ? ഗൈനക്കോളജി അല്ലെ? ഗൈനക്കോളജി നമുക്കറിയാവുന്ന ഒരു ഉദാഹരണമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അടുത്തത് HEMET/O എന്താ? HEMET കൂടി ഉണ്ട്. അതിന് കൂടെ നമ്മളത് ചേർന്നേ ഇല്ലാന്ന് തോന്നുന്നുണ്ട് അല്ലെ? ഹെമറ്റോളജി HAE കൊണ്ട് ഉണ്ട്. അതുപോലെ തന്നെ HE ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ HEMET/O റിലേറ്റിംഗ് ടു ബ്ലഡ് ഹെമറ്റോളജി അല്ലെ? സ്റ്റഡി ഓഫ് ബ്ലഡ് ആണ്. ബ്ലഡ് ആൻഡ് ബ്ലഡ് സെൽസ് ഹെമറ്റോളജി. അത് ഹെമി HEMI അല്ലെ? ഹെമിസ്ഫിയർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അർദ്ധഗോളം
അല്ലെ? എക്സാമ്പിൾ നല്ലൊരു എക്സാമ്പിൾ ആണ്. ഹെമിസ്ഫിയർ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അത് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ അർദ്ധഗോളമാണ്. അടുത്ത HEM/O. അപ്പൊ HEM/O HEMET/O എന്ന് കണ്ടാലും രണ്ടും റിലേറ്റിംഗ് ടു ബ്ലഡ് ആണ്. ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തെ സൂചിപ്പിക്കാൻ തന്നെയാണ് രണ്ട് ടേംസ് ഉപയോഗിക്കുന്നത്, രണ്ട് പ്രിഫിക്സ്. ഓക്കെ, ഹിമോഗ്ലോബിൻ അതിന് എക്സാമ്പിൾ പറയുന്നത്. ഓക്കെ, അടുത്ത HEPAT/O എന്താ? ഹെപ്പറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വിച്ച് ഇസ് റിലേറ്റിംഗ് ടു ലിവറിന്റെ ഡിസോർഡേഴ്സ്, ലിവർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെപ്പറ്റോളജി. അപ്പൊ ഹെപ്പറ്റോളജി നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു എക്സാമ്പിൾ ഓഫ് HEPAT/O എന്ന് പറയുന്ന പ്രൊഫിക്സിന് അല്ലെ. അടുത്തത് HETER ഹീറ്റർ എന്താണ്? അതർ, വേരിയസ് എന്നൊക്കെ പറയുന്ന അർത്ഥമാണ്. HETER ഹീറ്റർ, that is various or others. And the HOM the identical ഒരേപോലെയുള്ളത്. ഹോമോജീനിയസ് കേട്ടിട്ടുണ്ടോ? ഹോമോജീനിയസ് വർഗം അതന്നെ, ഒരേ വിഭാഗത്തിൽപ്പെട്ടത്, ഐഡന്റിക്കൽ ആയിട്ടുള്ളത്, ഒരേപോലെയുള്ളത് എന്നൊക്കെ അർത്ഥമാണ്. അടുത്തത് ഹൈഡ്രോ, HYDR/O ഹൈഡ്രോ, ഹൈഡ്രോജൻ, വാട്ടറിന്റെ ഒരു ഇതാണല്ലോ. അപ്പൊ HYDR/O ഹൈഡ്രോ, വാട്ടർ എന്നതിനെ സൂചിപ്പിക്കാനാണ്. ഹൈപ്പർ, ഓവർ, സൂപ്പർഫ്ലൂസ്. ഹൈപ്പർ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഹൈപ്പർ വെച്ചു ഒരു ഹൈപ്പർ എന്ന് പറയുന്ന പ്രഫിക്സ് ചേർത്തിട്ട് ഒരു എക്സാമ്പിൾ വേം പറഞ്ഞേ. യെസ്, ഹൈപ്പർ ടെൻഷൻ. അതെന്താ? ഹൈപ്പർ ടെൻഷൻ ഓവർ ഫ്ലോഡ്, സൂപ്പർ ഫ്ലോ, അത് അമിതമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം അല്ലെ. ഹൈപ്പർ തൈറോയിഡിസം കോമൺ ആയിട്ടുള്ള സാധനങ്ങളാണ്. തൈറോയിഡ് ആണ് ഇപ്പൊ ഏറ്റവും വലിയതില്ല എല്ലാവർക്കും. പണ്ടൊക്കെ പെണ്ണുങ്ങൾക്ക് മാത്രമായിരുന്നു, പക്ഷെ ഇപ്പൊ പുരുഷന്മാരിലേക്കും അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ കണ്ടുവരുന്നുണ്ട് അല്ലെ. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ ഓവർ ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. അതിന്റെ തൈറോയിഡ് ഗ്ലാൻഡ് അതിന്റെ കൂടുതൽ ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥ അല്ലെ. സൂപ്പർ ഫ്ലൂസ് അല്ലെങ്കിൽ ഓവർ ഫ്ലോ എന്ന് പറയുന്നത്. ഹൈപ്പോ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അണ്ടർ, ഇൻസഫിഷ്യന്റ് എന്നാണ്. അണ്ടർ ഇൻസഫിഷ്യന്റ്, ആവശ്യത്തിന് പോലും ഇല്ലാത്തത്. ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഹിസ്റ്റർ, HYFTER/O റിലേറ്റിംഗ് ടു യൂട്രസ് ആണ് കേട്ടോ. ഹിസ്റ്റർ റിലേറ്റിംഗ് ടു യൂട്രസുമായിട്ട് ബന്ധപ്പെട്ടത്. ഇൻഫ്രാ, INFRA ഇൻഫ്രാ, beneath, further on, etc. beneath എന്ന് പറഞ്ഞാൽ താഴെ, further on അതിന് പുറമെ എന്നൊക്കെ പറയുന്നപ്പോൾ. ഓക്കെ, ഇന്റർ, ഇൻ ദ മിഡിൽ ഓഫ്, ഇന്റർ ഇൻഫ്രാസ്ട്രക്ചർ പറയും. ഓക്കെ, ഇന്റർ എന്താ? ഇൻ ദ മിഡിൽ ഓഫ്. ഇന്റർ എന്താ? ഇന്റർ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ പറയാൻ പറ്റിയത്? ഇന്റർമീഡിയറ്റ് നമ്മൾ സാധാരണ ലാംഗ്വേജിൽ, അതായത് കോമൺ യൂസേജ് ആണ് ഇന്റർമീഡിയറ്റ്, ഇന്റർനെറ്റ് എന്നൊക്കെ പറയുന്നത്. അത് നമ്മുടെ ഹോസ്പിറ്റൽസില് ഇൻഡസ്റ്റൈൻ സ്പെല്ലിംഗ് വ്യത്യാസമില്ലേ? ആറില്ലല്ലോ അതിനകത്ത്. നമുക്കറിയില്ല. കുറെയൊക്കെ നിങ്ങളോട് കണ്ടുപിടിച്ചിട്ടൊക്കെ വരാൻ പറയണം. ഓക്കെ, മോളിക്കുലാറൊക്കെ. ഓക്കെ, അടുത്തത് എന്താണ്? ഇൻട്രാ മീൻസ് ഇൻസൈഡ് എന്നാണ് അർത്ഥം. ഇൻഫ്രാ ബെനീത്ത് ആണെങ്കിൽ ഇൻട്രാ ഇൻസൈഡ് ആണ്, ഉള്ളിൽ. അടുത്ത ഐസോലേറ്റഡ് എന്നൊക്കെ കേട്ടല്ലോ. ഈക്വൽ, ഒരേപോലെയുള്ളത്, ഈക്വൽ. അടുത്തത് ലാറ്ററൽ സർഫസ് എന്നൊക്കെ കേട്ടില്ലേ? ലാറ്ററൽ സർഫസ് എന്താ? പാർശ്വതലം അല്ലെ, പാർശ്വതലം അല്ലെങ്കിൽ വശങ്ങളിലുള്ളത് എന്നൊക്കെ. സൈഡ്, LATERO ലാറ്ററോ, സൈഡ് എന്ന അർത്ഥമാണ്. അതുപോലെ തന്നെ ല്യൂക്കോസൈറ്റ്സ്, അതായത് നമ്മൾ നേരത്തെ പഠിച്ചത് ഒരെണ്ണം ബ്ലഡ് സെൽസിന്റെ എറിത്രോസൈറ്റ്സ് പഠിച്ചതുപോലെ ഇതിനകത്ത് വരുന്നതാണ് വൈറ്റ് ബ്ലഡ് സെൽസുമായിട്ട് ബന്ധപ്പെട്ടത്. വൈറ്റുമായിട്ട് ബന്ധപ്പെട്ടത്, റിലേറ്റിംഗ് ടു എനിത്തിങ് വിച്ച് ഇസ് വൈറ്റുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ല്യൂക്കോസൈറ്റ്സ് ഇവിടെ എന്താ പറയാ, വൈറ്റ് ബ്ലഡ് സെൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനൊരു എക്സാമ്പിൾ ല്യൂക്കോ, LEUK/O. ല്യൂക്കോ മീൻസ് അത് റിലേറ്റിംഗ് ടു വൈറ്റ് ആണ്. അതിനൊരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ പറയാം ല്യൂക്കോസൈറ്റ്സ്, WBC. ഓക്കെ, അതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഉപയോഗിക്കുക. വൈറ്റ് ബ്ലഡ് സെൽസിനെ പറയാൻ LEUK/O ഉപയോഗിക്കും. അതേസമയം റെഡ് ബ്ലഡ് സെൽസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനാണെങ്കിൽ എറിത്രോ, ERYTHR/O ഉപയോഗിക്കും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇത് മാർക്ക് ചെയ്താലോ ഈ പേജില്?
65 വരെയുള്ളതാണ് ഇപ്പൊ നമ്മൾ എടുത്തത്. അതിനകത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. എറിത്രോൾ ഒന്നാമത്തെ തന്നെ, അതായത് 43 നമ്പർ ഞാൻ പറയാം. 43 43ാമത്തെ മാർക്ക് ചെയ്യാം. എറിത്രോൾ relating to anything which is red, erythrocytes അതിന് എക്സാമ്പിൾ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 47, 48, 49 മൂന്നുണ്ട്. ഗ്യാസ്ട്രോ, ഗ്ലൈക്കോ, ഗൈനക് മൂന്ന് സിമ്പിൾ ആണ്. ഗ്യാസ്ട്രോ എന്ന് പറയുമ്പോൾ റിലേറ്റിംഗ് ടു സ്റ്റൊമക്ക് ആണെന്ന് അറിയാം. ഗ്ലൈക്കോ ഷുഗർ ആണെന്ന് അറിയാം. ഗൈനക് റിലേറ്റിംഗ് ടു ഫീമെയിൽ പ്രൊഡക്ഷൻ ഓർഗൻസുമായി ബന്ധപ്പെട്ടത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ 47, 48, 49, 50 കൊണ്ടിട്ട് എമറ്റ് റിലേറ്റിംഗ് ടു ബ്ലഡ് 50 ഉണ്ട് റിലേറ്റിംഗ് ടു ബ്ലഡ്. അടുത്തത് ഈ ഹെമറ്റും HEM/O അതും റിലേറ്റിംഗ് ടു ബ്ലഡ് തന്നെയാണ്. അപ്പൊ അത് രണ്ട് മാർക്ക് ചെയ്തെടുക്കാം. 50, 52, 50, 52. അടുത്തത് 53 ഹെപ്പറ്റോളജിയുടെ റിലേറ്റിംഗ് ടു ലിവറുമായിട്ട് ബന്ധപ്പെട്ട ഹെപ്പറ്റോളജി ലിവർ. അടുത്തത് 56, 57, 58 ഹൈപ്പർ ഹൈപ്പോ ഹൈഡ്രോ അതിന്റെ വാട്ടർ ഹൈപ്പർ ഓവർഫ്ലോ അല്ലെങ്കിൽ ഓവർ സൂപ്പർഫ്ലോ എന്നൊക്കെ പറയാം. അടുത്തത് ഹൈപ്പോ അണ്ടർ ഇൻസഫിഷ്യന്റ് 56, 57, 58. And the last one LEUK, LEUK/O leukocytes. Yes, എത്ര എണ്ണോട്ടൊന്ന് വേഗം പറഞ്ഞേക്ക്. പതിനൊന്നെണ്ണമുണ്ട്. ഞാനിവിടെ 11 അടയാളപ്പെടുത്തി വെച്ചേക്കണേ. എന്റെ 11 നിങ്ങളുടെ 11 ആർക്കെങ്കിലും 11 കിട്ടാത്തതുണ്ടെങ്കിൽ ഒന്ന് വേഗം പറഞ്ഞാൽ അവര് ടൈപ്പ് ചെയ്ത് തരും. മാർക്ക് ചെയ്തോ? ആർക്കും കിട്ടാത്തതില്ല? എല്ലാവർക്കും കിട്ടി. ഓക്കെ, ഇപ്പൊ ഈ 3 പേജിൽ നമ്മൾ മാർക്ക് ചെയ്തതിൽ ടോട്ടൽ ഇപ്പൊ എത്ര ഉണ്ട് നോക്കിയേ. ആദ്യത്തെ പേജിൽ 7, പിന്നത്തെ പേജിൽ 9, പിന്നത്തെ പേജിൽ 11. കറക്റ്റ് ആണോ നോക്ക്. 27 27 എണ്ണം കാണണം ഐ തിങ്ക് അല്ലേ? ശരിയാണ്, 27 എണ്ണം എല്ലാവരും നോക്കുക. അതൊന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കുക. 27 ഞാൻ എടുക്കുന്നില്ല, പുതിയ ടേം എടുക്കുന്നില്ല. അത്രയും നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് ഒന്ന് പഠിച്ച് വൃത്തിയായിട്ട് ആ മാർക്ക് ചെയ്തത് കാണാതെ പഠിക്കുകയും അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റെഫർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. ബാക്കിയുള്ളത് വായിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. വായിക്കണം, അത് നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റി വെക്കണം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിച്ചൊക്കെ കഴിഞ്ഞ് കോഴ്സ് ഒക്കെ കഴിഞ്ഞ് പരീക്ഷ അല്ല എന്താ പറയുക എക്സാം ഒക്കെ കഴിഞ്ഞ് ജോലിക്കൊക്കെ കയറുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ അവിടെ കേട്ടിട്ടുണ്ട് എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ആരെങ്കിലും പറയുമ്പോഴെന്താ നമുക്ക് അറിയില്ലേ. നമ്മള് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് അതിന്റെ ഒരു കാര്യം ഷോർട്ട് ഫോമിൽ അവരുടെ മെഡിക്കൽ ടേംസ് ഉപയോഗിച്ച് അവർ മെൻഷൻ ചെയ്യുമ്പോൾ അത് അറിയാത്ത പോലെ വായം കുറിച്ച് നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. ഇപ്പോൾ അതിനേക്കാൾ വലിയ ആൾക്കാരായിട്ട് അതൊക്കെ അറിയാവുന്ന മട്ടിൽ തന്നെ ഇരിക്കണം. അറിയാവുന്ന മട്ടിലിരിക്കണമെങ്കിൽ അറിയണം അല്ലെ? അപ്പൊ അതുകൊണ്ട് റെഫർ ചെയ്യുകയും വേണം. ഓക്കെ, ഏതാ സജ്ജിതയ്ക്ക് വേണ്ടത്? ലാസ്റ്റ് പേജിലത്തെ ആണോ? ലാസ്റ്റ് പേജിലത്തെ ഒന്നുകൂടി ഒന്ന് വേറെ കാര്യങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തേ. 11 എണ്ണമുണ്ട് ലാസ്റ്റത്തെ. അങ്ങനെ മൊത്തം 27 എണ്ണമുണ്ട്. 7 + 9 + 11 3 പേജില് കേട്ടാ. 7 ഫസ്റ്റ് പേജില്, 9 സെക്കൻഡ് പേജില്, തേർഡ് പേജില് 11 അങ്ങനെ 27. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് പഠിച്ചോട്ട് വരാം. അടുത്ത ദിവസത്തേക്ക് നമ്മളത് അടുത്ത ദിവസം പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് എന്താ പറയാ അടുത്ത ദിവസം ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് ചോദിക്കും. അപ്പൊ വേറെ ചാടി പറഞ്ഞ പോലെ ഉത്തരം പറയണം കേട്ടാ. ചാടി പറയണം. ആരോടും ചോദിക്കണം. ഞാൻ അവര് പറയട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞോ? കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ അല്ലേ കുറെ പേര് ഒക്കെ വന്നിട്ടുണ്ടാവില്ലേ? പകുതി കുട്ടികളെ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ അപ്പൊ തന്നെ ചാടി എല്ലാവർക്കും പറഞ്ഞെന്ന് വെച്ച് അതൊന്നും വലിയ കുഴപ്പമൊന്നുമല്ല. ഒരു കാര്യം നമ്മള് പറഞ്ഞ് എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞ എന്താ കുഴപ്പം?
തെറ്റിക്കോട്ടെ കുഴപ്പമില്ല. തെറ്റിപ്പോയത് നമുക്കത് തിരുത്താൻ വേണ്ടി വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഒരു പഠനം എന്ന് പറയുന്നത്. എന്ത് കാര്യവും നമ്മള് എല്ലാം പഠിക്കുന്നവരല്ല, ശരിക്കും എന്തെങ്കിലുമൊക്കെ തെറ്റുകൂടി വരുത്തുന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു പഠനം കംപ്ലീറ്റ് ആകുക. ഇടയ്ക്ക് തെറ്റ് വരണ്ടേ? തെറ്റ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് അതിനെ തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അങ്ങനെയൊക്കെ വിചാരിക്കണം എപ്പോഴും. ഞാൻ പറഞ്ഞ തെറ്റിപ്പോകുമോ, അയ്യോ അവരുടെ മോശമല്ലേ, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും മനുഷ്യന്മാർക്ക് തെറ്റ് പറ്റുള്ളൂ. തെറ്റ് പറ്റുന്ന ഏറ്റവും കൂടുതൽ ഇപ്പൊ തെറ്റി പറ്റിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ തന്നെയാണ്. Okay, so see you next day. Okay, bye. Thank you. Okay.